എല്ലാവർക്കും കഥാലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഈജിപ്ഷ്യൻ കഥയാണ്. 10 വെള്ളപ്രാക്കൾ. ഒരു കച്ചവടക്കാരന് 10 പുത്രന്മാരും സുന്ദരിയായ ഒരു പുത്രിയും ഉണ്ടായിരുന്നു. ഭാര്യ ചെറുപ്പത്തിലെ മരിച്ചുപോയി. മക്കളെ നോക്കാനായി അയാൾ വീണ്ടും വിവാഹം കഴിച്ചു. ഈ രണ്ടാം ഭാര്യ പരമദുഷ്ടയായിരുന്നു. അവൾ കുട്ടികളെ കഠിനമായി വെറുത്തു. എത്രയും വേഗത്തിൽ അവരെ ഇല്ലായ്മ ചെയ്യണമെന്ന് അവൾ നിശ്ചയിച്ചു. അങ്ങനെയിരിക്കെ കച്ചവടക്കാരൻ ഒരു ദൂരയാത്രയ്ക്ക് പുറപ്പെട്ടു. ആ തക്കം നോക്കി ആൺമക്കൾ 10 പേരെയും മന്ത്രവാദം നടത്തി രണ്ടാനമ്മ വെള്ളപ്രാക്കളാക്കി മാറ്റി. മകളെ വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് അടിച്ചുവിട്ടു. അവിടെ പന്നിയുടെയും കോഴിയുടെയും കൂട്ടത്തിൽ അവൾ ജീവിച്ചു. കുറേ നാൾ കഴിഞ്ഞ് കച്ചവടക്കാരൻ മടങ്ങിയെത്തി. മക്കളെവിടെ എന്ന് ഭാര്യയോട് ചോദിച്ചു. ആൺമക്കൾ സ്വന്തമായി ജീവിക്കാൻ വീട് വിട്ടുപോയെന്ന് ആ സ്ത്രീ കള്ളം പറഞ്ഞു. എന്നിട്ട് ചെന്ന് മകളോട് പറഞ്ഞു, അച്ഛൻ വന്നിരിക്കുന്നു, മുഖം കഴുകി വെടിപ്പായി അപ്പുറത്ത് പോ. അവൾക്ക് മുഖം കഴുകാൻ കൊടുത്ത വെള്ളം മന്ത്രം ജപിച്ചതായിരുന്നു. വെള്ളം മുഖത്തൊഴിച്ചപ്പോൾ അവളുടെ മുഖം ആകെ വികൃതമായി. അവളെ കണ്ട് അച്ഛൻ പറഞ്ഞു, വർക്കത്ത് കെട്ടവളെ, ഇറങ്ങി എവിടെയെങ്കിലും പൊയ്ക്കോ, നീ എൻ്റെ മകളല്ല. അവൾ കരഞ്ഞുകൊണ്ട് വീട് വിട്ടിറങ്ങിപ്പോയി. പോയി ആറ്റിൻകരയിൽ ചെന്നിരുന്ന് കരഞ്ഞു. സന്ധ്യയ്ക്ക് അവിടെ 10 വെള്ളപ്രാക്കൾ വന്നിറങ്ങി. നിലം തൊട്ടപാടെ അവ കാണാൻ ചന്തമുള്ള യുവാക്കളായി മാറി. അവരെ അവൾ വേഗം തിരിച്ചറിഞ്ഞു. തൻ്റെ കാണാതെ പോയ സഹോദരന്മാർ. അവൾ ആങ്ങളമാരുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. അവർ അവളെ ആശ്വസിപ്പിച്ചു. കവിളത്തെ കണ്ണീർ തുടച്ചു കളഞ്ഞു. അവളുടെ കഥ കേട്ട് ആങ്ങളമാർ പറഞ്ഞു, വിഷമിക്കേണ്ട, നീ ഇപ്പോൾ പഴയപടി സുന്ദരിയാണ്. ഇനി വീട്ടിൽ പോകണ്ട. നിന്നെ ഞങ്ങൾ അമീറിൻ്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോകാം. ആങ്ങളമാർ പ്രാക്കളായി മാറാൻ നേരം വെളുക്കുന്നത് വരെ കാത്തിരുന്നു. അതിനിടയ്ക്ക് പെങ്ങൾ ഇറലുകൊണ്ട് വലയുണ്ടാക്കി. നേരം വെളുത്തപ്പോൾ അവളെ വലയിൽ കിടത്തി പ്രാക്കൾ കൊത്തിയെടുത്തുകൊണ്ട് പറന്നു. എന്നിട്ട് അവളെ അമീറിൻ്റെ കൊട്ടാരത്തിനടുത്ത് കൊണ്ടാക്കിയിട്ട് അവർ പോയി. അവൾ അവിടെയുള്ള ഒരു വേലമരത്തിൻ്റെ തണലിൽ വിശ്രമിച്ചു. ക്ഷീണം കൊണ്ട് വേഗം ഉറങ്ങിപ്പോയി. സ്വപ്നത്തിൽ ഒരു വൃദ്ധ പ്രത്യക്ഷപ്പെട്ട് അവളോട് പറഞ്ഞു, നിന്റെ ആങ്ങളമാർക്ക് പറ്റിയ ശാപത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. ഈ വേലമരത്തിലെ ഇല പറിച്ചെടുത്ത് അതുകൊണ്ട് അവർക്ക് ഉടുപ്പ് തുന്നണം. ആ ഉടുപ്പിട്ടാൽ പിന്നെ അവർ പ്രാക്കളാവുകയില്ല. പക്ഷെ ഒരു കാര്യം, ഉടുപ്പിൻ്റെ പണി കഴിയുന്നത് വരെ നീ വാ തുറന്ന് ഉരിയാടിപ്പോകരുത്. മൗനം ഭഞ്ജിച്ചാൽ ഒന്നും നടക്കുകയില്ല. സ്വപ്നത്തിൽ അറിഞ്ഞ കാര്യങ്ങൾ അവൾക്ക് തികച്ചും വ്യക്തമായി തോന്നി. അതുകൊണ്ട് അവൾ അപ്പോളെ തന്നെ ഉടുപ്പുണ്ടാക്കുന്ന പണിയിലേർപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കൊട്ടാരത്തിലെ അമീർ ആ വഴി വന്നു. അവളുടെ രൂപലാവണ്യത്തിൽ അമീർ മയങ്ങിപ്പോയി. അടുത്തു ചെന്ന് സ്നേഹരൂപത്തിൽ അമീർ പലതും ചോദിച്ചു. പക്ഷേ അവൾ ഒന്നും മറുപടി പറഞ്ഞില്ല. അവൾ ഊമയായിരിക്കുമെന്ന് അമീർ കരുതി. ഒട്ടും പിണക്കം ഭാവിക്കാതെ പോവുകയും ചെയ്തു. അങ്ങനെ എല്ലാ ദിവസവും അവർ കണ്ടുമുട്ടി. ഒടുവിൽ അവളെ വിവാഹം കഴിക്കാൻ അമീർ സമ്മതം ചോദിച്ചു. അതിനും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. മൗന സമ്മതമാണെന്ന് അമീർ കരുതി. ഏറെ താമസിയാതെ അവരുടെ വിവാഹം നടന്നു. അവൾ കൊട്ടാരത്തിലേക്ക് താമസം മാറ്റി. ഈ ദിവസങ്ങളിലെല്ലാം അവൾ ആങ്ങളമാർക്കുള്ള ഉടുപ്പ് തുന്നുകയായിരുന്നു. അവളുടെ വരവ് രസിക്കാത്ത ഒരാൾ കൊട്ടാരത്തിലുണ്ടായിരുന്നു, അമീറിൻ്റെ മന്ത്രി. വൃദ്ധനും ദുരാഗ്രഹിയുമായ അയാൾക്ക് അമീറിൻ്റെ പുതുഭാര്യയെ ഒട്ടും പിടിച്ചില്ല. ഇവൾ മൂലം തനിക്ക് പലതും നഷ്ടമാകുമെന്ന് അയാൾ ഭയപ്പെട്ടു. പുതിയ അമീരെ എങ്ങനെ കുഴപ്പത്തിലാക്കണമെന്ന് അയാൾ ആലോചന തുടങ്ങി. അവളുടെ ഓരോ ചലനവും അയാൾ രഹസ്യമായി ശ്രദ്ധിച്ചു. ഒടുക്കം രാത്രി എല്ലാവരും ഉറക്കമായാൽ അവൾ തനിച്ച് തോട്ടത്തിലേക്ക് പോകുന്നത് അയാൾ കണ്ടുപിടിച്ചു. അവൾ പോയത് വേലമര ചുവട്ടിലേക്കാണ്, അതിൻ്റെ ഇല പറിക്കാൻ. എന്നാൽ ദുഷ്ടനായ മന്ത്രി അതിന് മറ്റൊരു വ്യാഖ്യാനമാണ് നൽകിയത്. അവൾ ദുർനടപടിക്കാരിയാണെന്നും തൻ്റെ കാമുകനെ കാണാനാണ് രാത്രി ഇറങ്ങി നടക്കുന്നതെന്നും അയാൾ പ്രചരിപ്പിച്ചു. ഈ അപഖ്യാതി അമീറിൻ്റെ ചെവിയിലെത്തി. കാര്യം സത്യമാണെന്ന് മന്ത്രി അമീറിനോട് പറഞ്ഞു. ഒരു രാത്രി അമീർ ഒളിച്ചിരുന്ന് അവൾ തോട്ടത്തിലേക്ക് രഹസ്യമായി പോകുന്നത് കണ്ടുപിടിച്ചു. തെളിവ് കിട്ടിയ നിലയ്ക്ക് ശിക്ഷിക്കാതെ തരമില്ല. അത്തരം കുറ്റത്തിന് കുറ്റവാളിയെ തീയിലിട്ട് ചുടുകയായിരുന്നു അന്നത്തെ നിയമം. ദുർനടപ്പുകാരിയായ പുതിയ അമീരെ നിയമപ്രകാരം ശിക്ഷിക്കാൻ അമീർ കൽപ്പന പുറപ്പെടുവിച്ചു. മന്ത്രിക്ക് വളരെ സന്തോഷമായി. അയാളുടെ ശിങ്കിടികൾ വൃത്താന്തം പരസ്യപ്പെടുത്തി. ശിക്ഷ നടപ്പാക്കുന്നത് കാണാൻ ആളുകൾ തിങ്ങിക്കൂടി. അതിലേക്ക് ആദ്യം ഒരു കുഴിയെടുത്തു. കുഴിയിൽ വിറകുകൊള്ളികൾ കൂട്ടിയിട്ടു. നേരം സന്ധ്യയായതോടെ മന്ത്രിയുടെ ഭൃത്യന്മാർ അതിന് തീ കൊളുത്തി. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, എവിടെ നിന്നോ 10 വെള്ളപ്രാക്കൾ പറന്നു വന്ന് ചിറകടിച്ച് തീ കെടുത്തി കളഞ്ഞു.
പ്രാക്കളെ ഓടിച്ചു കളഞ്ഞ ശേഷം ജോലിക്കാർ വീണ്ടും തീ കത്തിച്ചു. പ്രാക്കൾ വീണ്ടും വന്ന് തീയണച്ചു. ഈ രംഗം കണ്ട് കാണികൾ ആർത്തു വിളിച്ചു. ആൾക്കൂട്ടത്തിനിടയിൽ അമീരയുടെ അച്ഛനായ കച്ചവടക്കാരനുമുണ്ടായിരുന്നു. അവിടെ നടന്നതെല്ലാം അയാൾ താൽപ്പര്യത്തോടെ നോക്കി നിന്നു. ഒടുവിൽ ഭൃത്യന്മാർ തടസ്സമില്ലാതെ ചിതയ്ക്ക് തീ കൊളുത്തി. അപ്പോൾ പ്രാക്കൾ അത് കെടുത്താനൊരുങ്ങാതെ അമീരയുടെ തലയ്ക്ക് ചുറ്റിനും പറന്നു നടന്നു. അപ്പോഴേക്ക് അമീര 10ാമത്തെ കുപ്പായവും തയ്ച്ചു കഴിഞ്ഞു. അവൾ വേഗം ഉടുപ്പുകൾ പ്രാക്കളെ അണിയിച്ചു. അവരെല്ലാം മനുഷ്യരായി മാറി. അതാ നിൽക്കുന്നു 10 കോമളകുമാരന്മാർ. എല്ലാത്തിനും സാക്ഷിയായ കച്ചവടക്കാരൻ വേഗം തൻ്റെ മക്കളെ തിരിച്ചറിഞ്ഞ് അങ്ങോട്ട് ഓടിച്ചെന്നു. അവരുടെ അടുത്ത് നിന്ന അമീര തൻ്റെ നഷ്ടപ്പെട്ട മകളാണെന്ന് കച്ചവടക്കാരന് ബോധ്യമായി. ഈ സമയം കൊണ്ട് ചിത നല്ലവണ്ണം കത്തിക്കഴിഞ്ഞു. സമയമായി എന്ന് മന്ത്രിയുടെ ആളുകൾ വന്ന് അമീരയെ അറിയിച്ചു. അപ്പോൾ അമീറിനെ കാണണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. അവൾ സംസാരിച്ചു തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ അമീറിന് വളരെ സന്തോഷമായി. അടുത്ത് ചെന്ന അമീറിനോട് അവൾ പഴയ കാര്യങ്ങളെല്ലാം വിസ്തരിച്ചു പറഞ്ഞു. നിഷ്കളങ്കയായ ഭാര്യയെ ശിക്ഷിക്കാൻ തുടങ്ങിയതോർത്ത് അമീർ ലജ്ജിച്ചു. അതിന് കാരണക്കാരനായ മന്ത്രിയെ പകരം ശിക്ഷിക്കാൻ അമീർ കൽപ്പന നൽകി. അമീറും അമീരയുമായുള്ള വിവാഹം ഒരിക്കൽ കൂടി മോഡിയിൽ ആഘോഷിക്കപ്പെട്ടു. അച്ഛനും ആങ്ങളമാരും തൻ്റെ കൂടെ കൊട്ടാരത്തിൽ തന്നെ താമസിക്കണമെന്ന് അമീര നിർബന്ധം പിടിച്ചു. അവർ അതിന് തടസ്സം പറഞ്ഞില്ല. അതോടെ അവരുടെ കഷ്ടകാലം കഴിഞ്ഞു. പിന്നീട് വളരെ കാലം അവർ സുഖമായി ജീവിച്ചു. കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.